യെസ് മാറ്റി കണക്ട് ചെയ്യാം. എന്തായാലും ശ്രീ ജോർജ് പൊടി നോക്കൂ, നിയമനമാകാം, നിയമനത്തിൽ ഈ പറഞ്ഞതുപോലെ നിയമപരമായ പ്രശ്നങ്ങളില്ല, ഭരണഘടനാ വിരുദ്ധതയില്ല, ശരിയാണ്. പക്ഷേ ഒരല്പം കരുതലോടുകൂടി വേണ്ടിയിരുന്നില്ല ഈ നിയമനം എന്ന് തോന്നുന്നുണ്ടോ അങ്ങേക്ക്? ഈ വിവാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ വേണമെങ്കിൽ ഒരു കൂളിംഗ് പീരീഡ് ശേഷം വേണം ചെയ്യാമായിരുന്നോ, അല്ലെങ്കിൽ അല്പം കൂടെ കരുതലും ജാഗ്രതയും ആകാമായിരുന്നോ എന്ന് തോന്നുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, കാരണം ബംഗാൾ വിഷയത്തിൽ വളരെ ശക്തമായ ആരോപണങ്ങളുമായിട്ട് പ്രസ്താവനകളുമായിട്ട് രംഗത്ത് വന്നത് രാഹുൽ ഗാന്ധി അടക്കമുള്ളവരാണ്. ശ്രീമതി മമതാ ബാനർജിയേക്കാൾ ഈ വിഷയത്തിൽ ഈ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണയാണ് ഈ മനോജ് അഗർവാളിന് കൊടുത്തിരിക്കുന്നത് എന്ന രീതിയിൽ അതിശക്തമായ ആരോപണമായിട്ട് രംഗത്ത് വന്ന ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിൽ സമാന തസ്തികയിലിരുന്ന ഈ പറയുന്ന രത്തൻ ഖേൽക്കറെ ഈ പറഞ്ഞ പോലെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറി, അദ്ദേഹത്തിന് അത്ര പ്രിൻസിപ്പൽ സെക്രട്ടറി ആകാൻ മാത്രമുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് എനിക്ക് സംശയം. അപ്പൊ ഏതായാലും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയോഗിക്കുമ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ആക്ഷേപത്തിനും ആരോപണത്തിനും പഴുതുണ്ട്. അഴുതേ ഉള്ളൂ കേട്ടോ. ഇത്രമാത്രം വലിയ ഒരു ഇൻകിലാബ് ഉണ്ടാക്കാൻ മാത്രമുള്ള പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ടോ എന്നുള്ളത് എനിക്ക് വളരെ സംശയമുള്ളൊരു കാര്യമാണ്. കാരണം എന്തെങ്കിലും ഒന്ന് കിട്ടുന്നത് കൊണ്ട് മുഴുവൻ അടിക്കുക എന്നുള്ള ഒരു ലൈനിലേക്കാണോ CPM തുടക്കത്തിലെ ഒരു ഹണിമൂൺ പീരീഡ് പോലും കൊടുക്കുന്നില്ല, ഒരു ബ്രീത്തിങ് ടൈം പോലും കൊടുക്കാതെ കിട്ടിയതെല്ലാം ആയുധമാക്കി മാറ്റുന്ന അവിടുത്തെ എന്താ പറയാ പട്ടികജാതി കുടുംബങ്ങളെ കുടിയിറക്കാൻ സമയത്ത് പോലീസ് ബലപ്രയോഗം നടത്തി എന്നൊക്കെ അടക്കമുള്ള എല്ലാ ആരോപണങ്ങളും കിട്ടുന്നതെല്ലാം UDF സർക്കാരിനെ അടിക്കാനുള്ള വടിയാക്കി ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണോ ഈ വിഷയം ഇത്രമേൽ ഗൗരവത്തോടെ എടുക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. നേരത്തെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞത് അതിനകത്തെ ഒരു വസ്തുതാപരമായ കാര്യമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളോട് യോജിക്കാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ കേരളത്തിൽ ഇങ്ങനെ എത്ര ലക്ഷം ആളുകളെ ഇങ്ങനെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കി, ഈ SIRന്റെ ഭാഗമായിട്ട് എത്രത്തോളം ആളുകളെ, എത്ര ആയിരം ആളുകളെ അല്ലെങ്കിൽ എത്ര ലക്ഷം ആളുകളെ പുറത്താക്കി എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു കണക്ക് നമുക്ക് കിട്ടിയിട്ടില്ല. എവിടെയും അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് ബംഗാളിൽ 90 ലക്ഷത്തോളം പേർ വോട്ടർ പട്ടികയ്ക്ക് പുറത്തായി എന്നും അതിൽ മഹാഭൂരിപക്ഷവും ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരാണെന്നുള്ള കണക്കുകൾ പുറത്തു വന്നു. അതിനെതിരെ സാക്ഷാൽ മമതാ ബാനർജി അന്നത്തെ മുഖ്യമന്ത്രി തന്നെ സുപ്രീം കോടതിയിൽ കേസ് വാദിക്കാൻ പോകുന്നു. സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷനോട് അല്ലെങ്കിൽ അത് വീണ്ടും ഹിയറിംഗ് നടത്താൻ ആവശ്യപ്പെട്ടതും അതിൽ കുറെ പേർക്ക് വോട്ടവകാശം തിരിച്ചു കിട്ടിയതായിട്ടുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിനെല്ലാം നേതൃത്വം നൽകിയ വ്യക്തി എന്നുള്ളതായിരിക്കും ഒരു പരിധിവരെ ഒരു വിഭാഗം ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ പറഞ്ഞ SIRലെ കുത്തിത്തിരിപ്പ് അല്ലെങ്കിൽ ഈ ക്രമക്കേട് കൊണ്ട് ഈ 90 ലക്ഷം പേർ അതിൽ മഹാഭൂരിപക്ഷവും മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് വോട്ട് ചെയ്ത ആളുകളുമായിരുന്നതുകൊണ്ടാണ് ഒരുപക്ഷെ ഇത്രയും വലിയൊരു വിജയം BJPക്ക് ഉണ്ടായത് എന്ന് വിശ്വസിക്കുന്ന ആളുകളും ഉണ്ട്. മമതാ ബാനർജി ഇപ്പോഴും ഇത് വിശ്വസിക്കുന്നുണ്ട്. അവിടെ വോട്ട് ചോരി വളരെ സർക്കാരിന്റെ ചെലവിൽ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന B ടീമുമായിട്ട്, ഞാനങ്ങനെ അടച്ച് പറയാൻ തയ്യാറല്ല, B ടീമുമായിട്ട് ഒത്തുകളിച്ച് ഈ 90 ലക്ഷം വോട്ടുകൾ നഷ്ടപ്പെടുത്തി ബംഗാളിൽ വളരെ തന്ത്രപൂർവ്വം അധികാരം പിടിച്ചെടുത്തു എന്നുള്ള ആരോപണമാണ് പുറത്തു വരുന്നതും ഇപ്പോഴും അത് നിലനിൽക്കുന്നുമുണ്ട്. പക്ഷെ ഏറ്റവും ഒടുവിൽ ഇന്ന് ബംഗാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ ഒരു മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് CPMനും കോൺഗ്രസിനും പിന്നിലാണ് വോട്ട് കിട്ടിയതെന്നുള്ളതും 1 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് BJP ജയിച്ചതെന്നുള്ള വാർത്ത ഇന്നിപ്പോ പുറത്തു വരുന്നുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അവിടെ ഒന്നെങ്കിൽ തൃണമൂൽ കോൺഗ്രസ്സുകാർ വോട്ട് ബഹിഷ്കരിച്ചു എന്ന് പോലും എനിക്ക് സംശയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്രത്തോളം കുറവ് വോട്ട് അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതെന്തെങ്കിലും ആവട്ടെ. പക്ഷെ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താ, അതായത് ഇവിടെ നമ്മുടെ മുമ്പിൽ ഇത്തരത്തിൽ വളരെ ഗൗരവമായ ഒരു ആരോപണം, 2-3 കാര്യങ്ങളാണ് അതിനകത്ത് കാണാനുള്ളത്. ഒന്ന്, രത്തൻ ഖേൽക്കർ എന്ന് പറയുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഈ രീതിയിൽ അങ്ങനെ ആരോപിക്കാൻ ഉതകുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഒന്ന്, അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് നല്ലതാണ്. മികച്ച കളക്ടറായിട്ടുണ്ട്, GST കമ്മീഷണറായിട്ടുണ്ട്. ഇതേ സർക്കാർ തന്നെ ഇപ്പൊ ആരോപണം ഉന്നയിക്കുന്ന ഇടതുമുന്നണി സർക്കാർ തന്നെയാണ് 3 പേരുകൾ കൊടുത്തത്. ആ പേരുകളിൽ ഒന്നാണ് രത്തൻ ഖേൽക്കറുടേതെന്ന് നമുക്കറിയാം. അങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇദ്ദേഹത്തെ കേരളത്തിന്റെ ചുമതലയുള്ള ഓഫീസറാക്കിയത്. അപ്പൊ മുമ്പ് ഇവർക്ക് ഒരു ആക്ഷേപവും ഇല്ലാത്ത, മിടുക്കരെന്ന് അവർ തന്നെ അംഗീകരിക്കുന്ന, കൊടുത്ത ചുമതലകളെല്ലാം ഭംഗിയായി നിർവഹിച്ചിട്ടുള്ള ഒരു ഓഫീസർ എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തിന് ഈ ചുമതല കിട്ടിയത്. ആ ചുമതലയിലും ഇപ്പോ VD സതീശൻ എന്ന് പറയുന്ന പുതിയ മുഖ്യമന്ത്രി അദ്ദേഹത്തെ തന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കുന്നത് വരെ ഈ രത്തൻ ഖേൽക്കർക്കെതിരെ ഇടതുമുന്നണി ഏതെങ്കിലും തോക്ക് തിരിച്ചു പിടിച്ചതായിട്ടോ നിറയൊഴിച്ചതായോ, പോയിന്റ് ബ്ലാങ്കിലല്ല, ഇച്ചിരി അകലെ നിന്ന് പോലും അദ്ദേഹത്തിന്റെ നെഞ്ച് നോക്കി നിറയൊഴിച്ചതായിട്ട് നമുക്കറിയില്ല.